ഹയർ സെക്കൻഡറി മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രധാന ടോപ്പിക്കുകളാണ് വൺ ഫംഗ്ഷൻ, അതുപോലെ ഓൺ ടു ഫംഗ്ഷൻ. ഈ രണ്ട് ഫംഗ്ഷനെ പറ്റിയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-2 മാർക്ക് വരുന്ന ഏതാനും ചോദ്യങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 1. Show that the function f r to r defined by f of x equal to 2x is 1 and on2. രണ്ടാമത്തെ ചോദ്യം, check whether the function f r to r given by f of x equal to 2x plus 5 is bijective. മൂന്നാമത്തെ ചോദ്യം, check whether f r to r be a function defined by f of x equal to x square is bijective. നാലാമത്തെ ചോദ്യം, show that the function f r to r given by f of x equal to x cube is bijective. 4 വ്യത്യസ്ത ചോദ്യങ്ങളാണ്. എല്ലാ ഫംഗ്ഷനും r to r ആയിട്ടാണ് ഈ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, f of x equal to 2x. തന്നിരിക്കുന്നത് f of x equal to 2x ആണ്. ഒരു ഫംഗ്ഷൻ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം f of x equal to f of y implies x equal to y എന്ന് പ്രൂവ് ചെയ്യാണ്. ഇവിടെ തന്നിരിക്കുന്നത് f of x 2x ആണ്. അപ്പോൾ f of x equal to f of y implies f of x 2x, f of y 2y implies രണ്ട് ഭാഗത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x equal to y. അതായത് ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഒരു മാർക്കിൻ്റെ വളരെ ചെറിയ ചോദ്യം, ഒന്നുകിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പ്രൂവ് ചെയ്യാനോ ആയിട്ടുള്ള ഒരു മാർക്കിൻ്റെ സിമ്പിൾ ചോദ്യം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലുള്ളത് ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് നമുക്കറിയാം f of x 2x ആണ്. അതായത് x എന്ന ഫംഗ്ഷനെ 2x ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഏതൊരു നമ്പറിനെയും ഇരട്ടിയാക്കി മാറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്പർ കിട്ടണമെങ്കിൽ അതിൻ്റെ ഹാഫ് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. അതായത് we can find any real number y in R there exists y by 2 in R such that f of y by 2 equal to 2 into y by 2 equal to y. അതായത് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാം, ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ പകുതി റിയൽ നമ്പർ ആയിരിക്കുമെന്നും f of y by 2 എന്നുള്ളത് y ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാം ഈ ഓപ്പറേഷൻ മുഖേന. അതായത് ഈ സമയത്ത് കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. അതായത് ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് ചുരുക്കം. ഒരേ സമയം 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും കൂടിയാണെങ്കിലാണ് നാം അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ മറ്റൊരു ചോദ്യം നോക്കാം. അതായത് ഇവിടെ f of x equal to 2x plus 5. ഇവിടെയും 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം f of x equal to f of y implies f of x 2x plus 5, f of y 2y plus 5. രണ്ട് ഭാഗത്തും 5 സബ്ട്രാക്റ്റ് ചെയ്താൽ 2x equal to 2y. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെയായി വീണ്ടും ഇംപ്ലൈസ് x equal to y. അതായത് ഈ സമയത്ത് നമുക്കിങ്ങനെ പറയാം f is 1 ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഓൺ ടു എന്നതായിട്ട് പ്രൂവ് ചെയ്യാനാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് f of x 2x ആയതുകൊണ്ട് y by 2 എന്ന എലമെൻ്റ് എടുത്താൽ നമുക്ക് 2 ഇൻറ്റു y by 2 ഈക്വൽ ടു y. ഇവിടെ ഫംഗ്ഷൻ്റെ മീനിങ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 ആഡ് ചെയ്യാണ്. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സായിട്ട് 5 സബ്ട്രാക്റ്റ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരിക്കും. നമുക്കത് ഇങ്ങനെ ചെയ്യാം. f of x എന്ന് പറഞ്ഞാൽ y ആണ്. y ഈക്വൽ ടു 2x പ്ലസ് 5. അതായത് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x എന്ന് പറയാം. നമുക്കതിനെ ആ 5 ഒന്ന് മാറ്റുകയാണെങ്കിൽ y മൈനസ് 5 ഈക്വൽ ടു 2x. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. y മൈനസ് 5 ബൈ 2 ഈക്വൽ ടു x. ഇപ്പോൾ ഇതിനെ x ഈസ് എ ഫംഗ്ഷൻ ഓഫ് y എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. തുടക്കത്തിൽ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആയിരുന്നു, ലെഫ്റ്റ് സൈഡിൽ y മാത്രമായിരുന്നു. അതിനെ x മാത്രമായി ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിനെയാണ് നാം x ഈസ് എ ഫംഗ്ഷൻ ഓഫ് y. അതായത് ഏതൊരു നമ്പർ എടുത്താലും ഏതൊരു y എന്നുള്ളൊരു എലമെൻ്റ് എടുത്താലും y മൈനസ് 5 ബൈ 2 അതും റിയൽ നമ്പർ ആയിരിക്കും.
ഇതേ രീതിയിലാണ് നാം ഓൺ ടു എന്നത് പ്രൂവ് ചെയ്യുന്നത്. അതായത് എനി റിയൽ നമ്പർ y in R, there exists y minus 5/2 in R such that f of y minus 5/2 equal to 2 into y minus 5/2 plus 5. To simplify that, y minus 5 plus 5, that is 5. നേരത്തെ എഴുതിയ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഓരോ സ്റ്റെപ്പും പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് ഈസ് ഓൺ ടു. നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ്. എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ബൈജക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. ഒരു കുട്ടിക്ക് കൃത്യമായി പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്നെഴുതിയാലും ആ ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അതായത് നാം പ്രൂവ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒരു ഫംഗ്ഷൻ 1 1 ആണ് അല്ലെങ്കിൽ ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ജനറൽ കേസാണ് നാം ഉപയോഗിക്കുന്നത്. അതായത് ഏതൊരു എലമെൻറ്റിനും അത് ശരിയായിരിക്കണം. എന്നാൽ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രൂവ് ചെയ്യുന്നത് ഇന്ന പ്രത്യേക എലമെൻറ്റിന് ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുക. ഒരു എക്സാമ്പിൾ മുഖേനയാണ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. അല്ലാത്ത ഒരു എക്സാമ്പിൾ കണ്ടുപിടിച്ചാൽ മതി എന്ന് ചുരുക്കം. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അതായത് എഫ് ഓഫ് -1 ഈക്വൽ ടു -1 സ്ക്വയർ. നമുക്കറിയാം -1 സ്ക്വയർ ഈക്വൽ ടു 1. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 1 സ്ക്വയർ ആണ്, അതും 1 ആണ്. അതായത് ഡിഫറൻറ്റ് എലമെൻറ്റിന് ഒരേ ഇമേജ്. എഫ് ഓഫ് -1ഉം എഫ് ഓഫ് 1ഉം ഈക്വൽ ആണ്. ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ 1 1 എന്ന് ഈ സമയത്ത് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. ഇത് പറഞ്ഞാലും മതിയായിരിക്കുമെന്ന് ചുരുക്കം. ഇനി ഇതിലെ രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഓൺ ടു എന്ന കാര്യമാണ്. അവിടെയും അതെ, നമുക്കറിയാം നെഗറ്റീവ് നമ്പറുകൾക്കൊന്നും പ്രീ ഇമേജ് ഇല്ല എന്ന് ചുരുക്കം. ഇവിടെയും അതെ, ഇന്ന നമ്പറിന് -1 എന്ന നമ്പറിന് പ്രീ ഇമേജ് ഇല്ല എന്നതാണ് നാം പറയുന്നത്. എനി റിയൽ നമ്പർ -1 ഇൻ ആർ, റിയൽ നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു എലമെൻ്റാണ് -1. There does not exist x in R such that f of x equal to x square equal to -1. അതായത് x square equal to -1 എന്ന രൂപത്തിലുള്ള ഒരു എക്സും ആറിലില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല. ഒന്നുകിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എനി റിയൽ നമ്പർ -1 in R, there does not exist x in R such that f of x equal to x square equal to -1. ഈ സെൻറ്റൻസ് എഴുതാം. ഇനി ഇതല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഹാവ് നോ പ്രീ ഇമേജ്, ഇതും പറയാം. ഇപ്പം നേരത്തെ എഴുതിയ -1 വേണമെന്നില്ല, -2 മാറിലുണ്ട്. എന്നാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു -2 വരുന്ന തരത്തിലുള്ള ഒരു എക്സും ആറിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അതായത് -1 തുടങ്ങിയാൽ -1 അവസാനിക്കണം. എനി റിയൽ നമ്പർ -5 in R, there does not exist x in R such that f of x equal to x square equal to -5 എന്ന് എഴുതിയാലും മതി എന്ന് ചുരുക്കം. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. ഇതെല്ലാം ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. ഹെൻസ് എഫ് ഈസ് നോട്ട് ഓൺ ടു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ഒരേ സമയം 1 1 അല്ല, ഓൺ ടൂവും അല്ല. ദെൻ ഇതിൽ അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്. എക്സ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 1 ആണ്. അപ്പോൾ 1 1 ആണ് എന്നുണ്ടെങ്കിൽ നാം ജനറൽ കേസ് ഉപയോഗിക്കുന്നു. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്, എഫ് ഓഫ് വൈ വൈ ക്യൂബ് ആണ്. ഇംപ്ലൈസ് എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ ക്യൂബ്. എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു വൈ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതിൻ്റെ മീനിങ് എഫ് ഈസ് 1 1 ഫംഗ്ഷൻ. ഇനി ഇതേ രീതിയിൽ നമുക്ക് പറയാം, എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ അതായത് പവർ 3 ആയി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനി റിയൽ നമ്പർ y in R,
ആറിൽ y എന്നുള്ളൊരു നമ്പർ ഉണ്ടെങ്കിൽ y raised to 1/3യും ആറിൽ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് f of y raised to 1/3 equal to y raised to 1/3 all raised to 3 equal to y. അതുകൊണ്ട് തന്നെ ഇവിടെ നാം ഉപയോഗിച്ചത് ജനറൽ കേസാണ്. ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഏതൊരു എലമെൻറ്റിനും അത് ശരിയാകണം. അതുകൊണ്ട് എഫ് ഈസ് ഓൺ ടു. ഓൺ ടു ആണെങ്കിൽ ഒരേ സമയം 1 ഓൺ ടു ആണ്, അതായത് ഇൻജക്റ്റീവുമാണ് സർജക്റ്റീവുമാണ്. അതുകൊണ്ട് എഫ് ഈസ് ബൈജക്റ്റീവ്. To prove f is on to, we write codomain equal to range. ഇതേ രീതിയിലുള്ള സെൻറ്റൻസ് എഴുതാൻ സാധിക്കാത്തവർക്ക് ഏറ്റവും ചുരുങ്ങിയത് കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് എന്ന് ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യാനും കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് എന്നത് ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാനും പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ്. നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇതിൽ ടെസ്റ്റിലുള്ള ഒരു 5 ചോദ്യങ്ങളാണ്. ഇൻജക്റ്റിവിറ്റി സർജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ. ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യന് വിഭിന്നമായിട്ട് എന്നിൽ നിന്ന് എന്നിലേക്കും ആറിൽ നിന്ന് ആറിലേക്കും സെഡ് നിന്ന് സെഡിലേക്കും ഇങ്ങനെ വിവിധ രൂപത്തിലും എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്ന വിവിധ രൂപത്തിലുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ എന്നിൽ നിന്ന് എന്നിലേക്കാണ്, അതായത് നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് നമ്പർ ആകുമ്പോഴാണ്, നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, -1ൻ്റെ സ്ക്വയറും +1ൻ്റെ സ്ക്വയറും 1 ആണ്. എന്നാൽ ഇവിടെ -1 നോട്ട് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. ഫോർ എനി എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് n, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എഫ് ഓഫ് വൈ വൈ സ്ക്വയർ ആണ്, ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഇവിടെ n ആയതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു വൈ എന്നത് മാത്രം നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ദെർഫോർ എഫ് ഈസ് 1 എഫ് 1 ആണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തുള്ളത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതൊരു എലമെൻറ്റും സ്ക്വയർ ആയി മാറുകയാണ് ചെയ്യുന്നത്. അതായത് 1ന് ഇമേജ് ഉണ്ട്, 1ന് ഇമേജ് ഉണ്ട്, 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 4 ആണ്, 3യുടെ ഇമേജ് 9 ആണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പറയാം 1ൻ്റെ പ്രീ ഇമേജ് 1 ആണ്, 4ന് പ്രീ ഇമേജ് 2 ആണ്, 9ന് പ്രീ ഇമേജ് 3 ആണ്. അതായത് 2 എന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. ഇല്ലാത്തൊരു എലമെൻ്റാണ് നാം ഇവിടെ ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 2 എലമെൻറ്റ് ഓഫ് n, there does not exist any x in capital N such that f of x equal to x square equal to 2, f of x equal to x square equal to 2, x square equal to 2 ആണെങ്കിൽ x √2 ആണ് എന്ന് ചുരുക്കം. എന്നാൽ √2 എന്നുള്ളത് ക്യാപിറ്റൽ Nൽ എലമെൻ്റ് അല്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് f is not on to. Hence f is injective but not surjective. ഇവിടെയും അതെ, ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കോഡൊമെയിൻ റേഞ്ച് രണ്ടും ഈക്വൽ അല്ല എന്ന് സൂചിപ്പിച്ചാൽ മതിയായിരിക്കും. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം, എഫ് സെഡ് ടു സെഡ് ആണ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. കഴിഞ്ഞ ക്വസ്റ്റ്യന് വിഭിന്നമായിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിലും n ടു n എന്നതിന് പകരം ഇവിടെ സെഡ് ടു സെഡ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സിൽ നെഗറ്റീവ് നമ്പറും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ 1 അല്ല എന്നതാണ് നാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 1 അല്ല എങ്കിൽ അല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ കാണിക്കുകയാണ് നാം ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് -1 ഈക്വൽ ടു -1 സ്ക്വയർ ഈക്വൽ ടു 1, എഫ് ഓഫ് 1 ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു 1. അതായത് എഫ് ഓഫ് -1 ഈക്വൽ ടു എഫ് ഓഫ് 1. ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് 1 അല്ല. ഇനി നേരത്തെ എഴുതിയ അതേ രീതിയിൽ തന്നെ ഇവിടെ -2 എന്ന എലമെൻറ്റ് സെറ്റിലുണ്ട്. എന്നാൽ there does not exist any x in capital set such that f of x equal to x square equal to -2. നമുക്കറിയാം ഈ -2 വേണമെന്നില്ല. -1 element of set, there does not exist any x in set such that f of x equal to x square equal to -1.
ഇവിടെ -5 തുടങ്ങുകയാണെങ്കിൽ -5 അവസാനിപ്പിച്ചാൽ മതിയായിരിക്കും. ഇതാണ് ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട മെത്തേഡ്. ഹെൻസ് എഫ് ഈസ് നോട്ട് ഇൻജക്റ്റീവ്, നോട്ട് സർജക്റ്റീവ്. ഈ ക്വസ്റ്റ്യൻ ഇൻജക്റ്റീവുമല്ല സർജക്റ്റീവും അല്ല എന്ന് ചുരുക്കം. ഇനി മൂന്നാമത്തെ ചോദ്യം, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, R ആണ്. ഇത് കഴിഞ്ഞ ഭാഗത്ത് നാം ചെയ്ത ചോദ്യങ്ങളാണ്. ഒരേ സമയം ഇത് 1 അല്ല എന്നും ഓൺ ടു അല്ല എന്നുമാണ് എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇൻജക്റ്റീവുമല്ല സർജക്റ്റീവുമല്ല. ഇത് കുട്ടികൾക്ക് സ്വന്തമായി എഴുതി നോക്കാവുന്നതാണ്. ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് ചുരുക്കം. ദെൻ ഇതിലെ നാലാമത്തെ ചോദ്യം നോക്കാം. എഫ് എൻ ടു എൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്, എൻ ടു എൻ ആണ്, നാച്ചുറൽ നമ്പർ ആണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്. ഫോർ എനി എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എൻ. നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഒരേ സമയം ഇൻജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ്, ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്, എഫ് ഓഫ് വൈ വൈ ക്യൂബ് ആണ്, ഇംപ്ലൈസ് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു വൈ. ദെർഫോർ എഫ് ഈസ് 1 എഫ് 1 ഫംഗ്ഷൻ ആണ്. അതായത് ഒരു എലമെൻറ്റ് അതിൻ്റെ പവർ തേർഡ് പവറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 8 ആണ്, 3യുടെ ഇമേജ് 3⁻³ 27. ഇതേ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കില്ല എന്ന് ചുരുക്കം. അതായത് ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഇപ്പോൾ ഓൺ ടു അല്ലെങ്കിൽ ഓൺ ടു അല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. 1ൻ്റെ ഇമേജ് 1 ആണെന്ന് പറഞ്ഞു, 2ൻ്റെ ഇമേജ് 2³ 8 ആണ്. അതായത് 1 കഴിഞ്ഞാൽ പിന്നൊരു ഇമേജ് വരുന്നത് 8നാണ്. 2, 3, 4, 5, 6, 7 ഇതിനൊന്നും പ്രീ ഇമേജ് ഇല്ല. ഇല്ലാത്ത ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്യുന്നു. 2 element of n. There does not exist any x in capital N such that f of x equal to x cube equal to 2. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ 2ൽ തുടങ്ങി 2ൽ അവസാനിപ്പിച്ചു. അതായത് എഫ് ഈസ് നോട്ട് ഓൺ ടു. ഇവിടെയും കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് എന്ന് സൂചിപ്പിച്ചാലും ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്നതിനുള്ള ഒരു ആൻസറാണ്. ഹെൻസ് എഫ് ഈസ് ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സർജക്റ്റീവ്. ഇനി ഇതിലെ അഞ്ചാമത്തെ അവസാന ചോദ്യം നോക്കാം. എഫ് സെഡ് ടു സെഡ് ആണ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെ എക്സ് ക്യൂബ് ആണ്, എന്നാൽ സെഡ് ടു സെഡ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഇവിടെയും എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ് ഫോർ എനി എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് സെറ്റ്. അതായത് എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ്, എഫ് ഓഫ് വൈ വൈ ക്യൂബ്. ഇംപ്ലൈസ് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു വൈ. അതായത് ഫംഗ്ഷൻ ഈസ് 1 അതായത് എഫ് ഈസ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് ചുരുക്കം. ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ ഇൻറ്റീജറാണ്, എല്ലാ എലമെൻറ്റുകൾക്കും പ്രീമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഓൺ ടു അല്ല. ഓൺ ടു അല്ലെങ്കിൽ അല്ലാത്ത എക്സാമ്പിൾ സൂചിപ്പിക്കുന്നു. 2 element of set. There does not exist any x in set such that f of x equal to x cube equal to 2. x cube equal to 2 വരുന്ന ഒരു എക്സും സെറ്റിൽ ഇല്ല. x cube equal to 8 വരുന്ന എക്സ് ഉണ്ട്, അതാണ് 2. x cube equal to 27 വരുന്ന എക്സ് ഉണ്ട്, അതാണ് 3. x cube equal to 1 വരുന്ന എക്സ് ഉണ്ട്, അതാണ് 1. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. 1 ആണ്, ഓൺ ടു അല്ല. ഹെൻസ് എഫ് ഈസ് ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സർജക്റ്റീവ്. ഇതേ രീതിയിൽ ഒരു ഫംഗ്ഷൻ 1 അതുപോലെ തന്നെ ഓൺ ടു ഒരേ സമയം 1 ഓൺ ടു ആകുമ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇത്തരം കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ചോദ്യമായിട്ടും ഇൻവേഴ്സ് കാണാൻ ഈ 1 ഓൺ ടു ഫംഗ്ഷനാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷനെ ഇൻവേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. ആ കാര്യമെല്ലാം ചെയ്യാൻ ഈ ബേസിക് ആയ കാര്യങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ഉപകരിക്കും. അടുത്ത വീഡിയോയിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ ഒരു പ്രധാന ആശയമായ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, അതുപോലെ തന്നെ ഏതാനും
പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പഠിക്കുന്നതോടെ കുട്ടികൾക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്ന 1-2 മാർക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ്